ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം കേട്ടോ. ലാമിക്കുട്ടിൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒരു അടിപൊളി ട്രിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. ട്രിക്കല്ല, നമ്മൾ അധികം ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ളൊരു സംഗതിയായിട്ടാണ് വന്നിരിക്കുന്നത്. വേറൊന്നല്ല, നമ്മളെല്ലാവരും വീട്ടിൽ വിനാഗിരി ഉപയോഗിക്കുന്ന ആൾക്കാരല്ലേ. അപ്പോൾ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ വീട്ടിലെങ്ങനെ വിനാഗിരി ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് പറയുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാനിവിടെ ഒരു ബൗളിൽ 1 ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട്. നല്ല തിളപ്പിച്ചാറിയ വെള്ളമാണ് കേട്ടോ. അപ്പോൾ ഈ വെള്ളത്തിലേക്ക് നമുക്കിനി അടുത്തതായിട്ട് വേണ്ടത് വിനാഗിരീൻ്റെ എസൻസാണ് കേട്ടോ. ഇത് സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടുന്നതാണ്. ഇത് എവിടെ കിട്ടുമെന്ന് അന്വേഷിച്ച് തല ഉണ്ടാക്കുകയൊന്നും വേണ്ട. കൽപ്പറ്റ ജാംജോന്ന് മേടിച്ചതാണ് കേട്ടോ. 25 രൂപയാണ് ഇതിൻ്റെ വില. ഇതുകൊണ്ട് നമുക്ക് ഏകദേശം 5 ലിറ്ററോളം വിനാഗിരി ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ചെറിയൊരു ബൗളിലേക്ക് ഈ വിനാഗിരി ഒരു 50 മില്ലി 50-60 എടുക്കാം. ഞാൻ ആദ്യം ചെറിയൊരു ബോട്ടിലേക്ക് ഒന്ന് ഒഴിച്ച് അളവ് കൺഫേം ചെയ്തതിന് ശേഷമാണ് ബൗളിലേക്ക് ഒഴിക്കുന്നത്. ഇനി നമ്മൾ ബൗളിലേക്ക് ഒഴിച്ച ആ എസൻസ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തിളപ്പിച്ചാറിയ വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ കറണ്ടിൻ്റെ ഒരു ചെറിയൊരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് അകത്ത് വെളിച്ചമല്ല, കറണ്ടില്ലാത്തതുകൊണ്ട്, അതുകൊണ്ട് പുറത്തുനിന്നാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഞാനത് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതല്ല. ഞാൻ ഓൾറെഡി ഇങ്ങനെയാണ് വീട്ടിൽ വിനാഗിരി ഉണ്ടാക്കുന്നത്. എല്ലാ സാധനത്തിലേക്കും എനിക്ക് വിനാഗിരി ആവശ്യമുള്ള. അപ്പം നമ്മൾ 1 ലിറ്റർ ബോട്ടിൽ വാങ്ങിയാൽ നമുക്ക് ഒക്കൂല. അതുകൊണ്ട് ഇങ്ങനെ വാങ്ങി വെച്ചാൽ നമുക്ക് കുറേ കാലത്തേക്ക് വിനാഗിരി ഉണ്ടാവും. കുറഞ്ഞ പൈസയല്ലേ ഉള്ളൂ. ഞാനിവിടെ ഈ എസൻസ് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം. കണ്ടില്ലേ, അത് ഈ സോഡാപ്പൊടിയായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഭയങ്കര സൗണ്ട് ഉണ്ടാകുന്നത്. അങ്ങനെ ഇത് നമുക്കൊരു കുപ്പിയിലേക്ക് മാറ്റി സൂക്ഷിച്ച് വെക്കാം കേട്ടോ. ഞാൻ 1 ലിറ്ററിൻ്റെ കുപ്പി എടുത്തിട്ടുണ്ട്. ഒറ്റ കൈ കൊണ്ട് ഒഴിക്കുന്നത് കൊണ്ട് റെഡി ആവുന്നില്ല, താഴേക്ക് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്ത് മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തും സപ്പോർട്ട് ചെയ്യണേ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.